ഒരു സിനിമയൊക്കെ 1000 ദിവസം ഓടുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് MKT എന്നറിയപ്പെടുന്ന MK ത്യാഗരാജ ഭഗവതരുടെ കാര്യമാണ്. ആൻഡ് ഹീസ് ദ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന മൂവി ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയെ ഇൻസ്പയർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം ജസ്റ്റ് ഒരു ആക്ടർ മാത്രമായിരുന്നില്ല. ഇപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ, അങ്ങനെ സിനിമയുടെ ഏത് മേഖല ആയിക്കോട്ടെ അവിടെ എല്ലാം കൈവെക്കുകയും അവിടെ എല്ലാം സക്സസ്ഫുള്ളും ആയിരുന്നു പുള്ളി. ഇദ്ദേഹത്തിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നു. അന്ന് സിനിമകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇനിയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴീ ഓൺലൈൻ മഞ്ഞപത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മുതുമുത്തച്ഛന്മാരെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പല പത്രങ്ങളും അന്നും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമുഖരെ പറ്റിയിട്ടൊക്കെ സ്കാൻഡൽ സ്റ്റോറീസും മറ്റുമൊക്കെ പടച്ചു വിടുക എന്നുള്ളതായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ആയിരുന്നു CN ലക്ഷ്മികാന്തൻ എന്ന് പറഞ്ഞ വ്യക്തി. ഈ ലക്ഷ്മികാന്തനെ ഒരു അജ്ഞാത സംഘം ആക്രമിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇദ്ദേഹം കൊടുത്ത മരണമൊഴിയിൽ MKTയുടെ പേരും ഉണ്ടായിരുന്നു. അന്ന് ഈ ഫോറൻസിക്കും CCTVയും ഒന്നും ഉള്ള കാലഘട്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മരണമൊഴി ഈ കേസിന്റെ നട്ടെല്ലാവുന്നു. ആൻഡ് ഗൂഢാലോചന കുറ്റം ആരോപിച്ചുകൊണ്ട് MKTക്ക് ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി വിധിക്കുന്നു. ഇതോടുകൂടി ഇദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ആരാധകരടക്കം എല്ലാവരും ഇദ്ദേഹത്തെ വെറുക്കും. എന്നാൽ ഏതാണ്ട് 2.5 കൊല്ലത്തെ നിയമ പോരാട്ടത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയായ ബ്രിട്ടീഷ് പ്രിവി കൗൺസിലിൽ ഈ കേസ് എത്തുന്നു. ഈ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടത്ര തെളിവുകളില്ല എന്ന കാരണം കൊണ്ട് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ട്രസ്റ്റ് പബ്ലിക്കിൽ നിന്നും വീണ്ടെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ കംബാക്ക് അട്ടർ ഫെയിലിയർ ആയി മാറും. എവിടെയൊക്കെ എത്തേണ്ട ഒരു കരിയർ ഒന്നും ആവാണ്ട് ഒരു മറക്കപ്പെട്ട മനുഷ്യനായിട്ട് അങ്ങനെ 1959 അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുന്നു. എന്തായാലും കാന്ത മൂവി പോയി കാണുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.